തിളക്കമാർന്ന വിജയമില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം ഉപേക്ഷിച്ച് വനവാസത്തിന് പോകുന്ന ആർക്കെ പറയാൻ ധൈര്യം? ഈ പറയുന്ന KC വേണുഗോപാൽ പറയോ, രമേശ് ചെന്നിത്തല പറയോ, പിണറായി വിജയൻ പറയോ, BJP പറയോ? ആർക്കും പറയാൻ പറ്റില്ല. ആ ഒരു ആ ഒരു ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, അത് അദ്ദേഹം ഇപ്പോൾ MLA ആയിട്ട് അവിടെ പറവൂരിൽ ഒരു ഓഫീസിട്ട് തുടർന്നാലും ജനം അങ്ങോട്ട് ഒഴുകിയെത്തും. VD സതീശനല്ല മുഖ്യമന്ത്രിയെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വീണ്ടും ജനങ്ങൾ സ്വേച്ഛാധിപതിയായ പിണറായിയുടെ അടുത്തേക്ക് പോകും. അതൊക്കെ തന്നെയാണ് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയത് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വർഷം, ഞാൻ 95-ലാണ് ജനിച്ചത്. ഇത്രയും വർഷമായിട്ടും മുഖ്യമന്ത്രിമാരിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വിഷനുള്ള ബുദ്ധിമാനായിട്ടൊരു മുഖ്യമന്ത്രിയാണ് VD സതീശൻ സാറ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു ഓപ്പൺ ചലഞ്ചായിട്ട് ഇപ്പോൾ പുള്ളി പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. പുള്ളി പ്രവചനം എന്ന് പറഞ്ഞാൽ 1/2 ഡസൻ മന്ത്രിമാർ പരാജയപ്പെടുന്നതാണ്. അത് ഏകദേശം ഒന്ന് അത് മാത്രമേ തെറ്റുള്ളൂ, പക്ഷെ അതൊന്ന് കൂടിയെന്നുള്ളൂ. 13 പേരെങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കാം. പുള്ളിക്ക് അത്ര പൊളിറ്റിക്കലി ബുദ്ധി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണെന്നുള്ളത്. പുള്ളി കാര്യം പബ്ലിക്കായിട്ട് വന്നിട്ട് ഇന്ന മുഖ്യമന്ത്രി ഇന്ന ടീം ഇവർ പരാജയപ്പെടും, UDF ഇത്ര സീറ്റ് വരും, ഇത്ര സീറ്റ് കിട്ടിയില്ലെങ്കിൽ പരാജയപ്പെടാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. ഏതെങ്കിലും ഇത്രയും വർഷമായി മുഖ്യമന്ത്രി ആരെങ്കിലും ചലഞ്ച് വെച്ചിട്ടുണ്ടോ? ഇല്ല. അത് പുള്ളിയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. ഉദാഹരണത്തിന് പാണ്ഡവർക്ക് എങ്ങനെയാണോ ശ്രീകൃഷ്ണൻ, അതുപോലെ തന്നെയാണ് കോൺഗ്രസ്സിന് എന്നും VD സതീശൻ. അത് ഉറപ്പിച്ച് പറയാം. അമ്മാതിരി ബുദ്ധി പൗർവിഷനൊക്കെയുള്ള. പക്ഷേ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് ഏറ്റെടുത്തിരിക്കുന്നത്. 5 വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട്. വന്നേറി പ്രതിപക്ഷങ്ങളൊക്കെ സമരങ്ങളൊക്കെ വൻ ടാസ്ക് തന്നെയാണ് ഈ വർഷം മുഖ്യമന്ത്രിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം മറ്റു മുഖ്യമന്ത്രിയേക്കാളും കൂടുതൽ ടാസ്കുകളൊക്കെയാണ് 2 പേർക്കാണ്, 2 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ് അങ്ങനെ കിട്ടിയിട്ടുള്ളത്. വലിയ ടാസ്ക് ഉള്ളത്. ഒന്ന് VD സതീശൻ, 2 നമ്മുടെ ഇളയ ദളപതി വിജയ്. ഇവർക്കും വിജയായിട്ടൊക്കെ പ്രശ്നം സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ VD സതീശൻ സാറ് അങ്ങനെ കാര്യമായിട്ട് എത്തിയിട്ടില്ല. എന്നാലും വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഭരണം ഉണ്ടാവട്ടെ ആശംസിക്കാം. ഇനി 5 വർഷമുണ്ട്, ഇനി കാത്തിരിക്കാൻ എന്തൊക്കെ സംഭവിക്കുമെന്ന്.